വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാത്രി ശാരദാമ്മയാണെങ്കിൽ അവിടെ ഉമ്മറത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വേലായുധം വന്ന് ആ വളയൊക്കെ വാങ്ങിച്ചുകൊണ്ടതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാരദേ എന്ന് വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് നോക്കുന്നുണ്ട്. പിന്നീടാണ് ശാരദാമ്മ ഉമ്മറത്തിരിക്കുന്നത് കാണുന്നത്. അന്നേരം നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഗോപാലേട്ടാ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത്? ഒരു പരിചയമില്ലാത്ത ആൾ കയറി വരുന്നു, വലിയ അധികാരം കാണിക്കുന്നു, പൈസ ചോദിക്കുന്നു, എന്തൊക്കെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു, പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ സങ്കടത്തിലാണ്. അന്നേരം നിനക്കും നിൻ്റെ മക്കൾക്ക് ഈ വീടിൻ്റെ നന്മ ആലോചിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും അല്ല എന്ന് പറയുമ്പോൾ പിന്നെ നന്മ എന്ന് പറഞ്ഞ് ശാരദാമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളിൽ നിന്നുള്ള നന്മ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അന്ന് നിങ്ങൾ എന്നെയും മക്കളെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കഥകളൊക്കെ പറഞ്ഞ് ശാരദാമ്മ ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാനൊന്ന് സമാധാനിച്ചതാണ്, കുട്ടികൾക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച്. പക്ഷെ വീണ്ടും ഇങ്ങനെയൊക്കെയാണ്, ഇത് ഒരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് പോകാനായിട്ട് ഇവിടെ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ പിടിച്ചു നിർത്തുകയാണ്. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുകയാണ്. അന്നേരം ഈ വേലായുധൻ അത്രയ്ക്ക് അധികാരം കാണിക്കുക എന്താണുള്ളതെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ, നീ എപ്പോഴും ചോദിക്കാറില്ലേ നസീറിൻ്റെ ബോഡി എന്ത് ചെയ്തു എന്ന്? അത് മറവ് ചെയ്യാനായിട്ട് സഹായിച്ചത് ഈ വേലായുധനാണ് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നീ എപ്പോഴും പറയില്ലേ ഞാൻ ശാരികയെ രാജീവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നുവെന്ന്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേലായുധൻ മാറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാൽ ശാരിക ഒറ്റയ്ക്കായി അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അതിന് അവളെ സപ്പോർട്ട് ചെയ്യാൻ രാജീവിൻ്റെ കുടുംബം വേണം. അതുകൊണ്ടാണ് ഞാൻ രാജീവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതും രാജീവുമായിട്ട് സംസാരിക്കുന്നതും അവളെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, വേലായുധൻ ചതിക്കുമെന്ന്. അന്നേരം ചതിക്കുമെന്നല്ല, ഒരു പക്ഷേ അങ്ങനെ വന്നാൽ ശാരിക ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പിന്നെ തോക്കുകയറോ മരണോ എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ശാലിനിയെയും ശ്യാമയെയും പിന്നെയൊന്നും ആരും കുറ്റപ്പെടുത്തില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേലായുധനെ പിന്നെ അതിനേക്കാൾ വലിയ പൂട്ടിട്ട് അവനെ ഞാൻ പൂട്ടും, അവനൊരിക്കലും ചതിക്കാനായിട്ട് പറ്റത്തില്ല എന്നിങ്ങനെ ബാക്കി ഞാൻ നോക്കിക്കോളാം. പക്ഷേ നമ്മുടെ മരണം വരെ ഇതാരും അറിയരുത്, എല്ലാം രഹസ്യമായിട്ട് സൂക്ഷിക്കണം, രക്ഷപ്പെടാനുള്ള നമ്മുടെ ശ്രമം വിജയിക്കുക തന്നെ ചെയ്യും, ഈശ്വരന്മാർ കേൾക്കും, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോവുകയാണ്. പക്ഷെ ശാരദാമ്മ ഇങ്ങനെ ആകെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഭാമയുടെ വീട്ടിൽ അവരെല്ലാവരും കൂടി ഗുരുവായൂർ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഭാമ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. പിള്ളയാണെങ്കിൽ രാഘവനാരെയും കൊണ്ട് റൂമിൽ നിന്ന് വരികയാണ്. പൊന്നിയൊക്കെ ഉണ്ട്. അന്നേരം സത്യ റെഡിയായിട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം തൊഴിലാളികളുടെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ല, എനിക്ക് കുറേ നേരം നിൽക്കാനൊക്കെ പറ്റില്ല എന്നൊക്കെ രാഘവനാരി പറയുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഭാമ പറയുകയാണ്. അന്നേരം ഇതെന്താ ഇങ്ങനെ മുടി കെട്ടിയിരിക്കുന്നതെന്ന് സത്യയെ കണ്ടിട്ട് ചോദിക്കും. സത്യ രണ്ട് വശവും ഇങ്ങനെ പിന്നിയിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഞാനിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ കെട്ടാറെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലല്ലല്ലോ, കണ്ണനെ കാണാനല്ലേ പോകുന്നത്, അപ്പോൾ നിങ്ങളെപ്പോലുള്ള സുന്ദരി പെൺകുട്ടികൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വേണം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പെരുത്ത് ഇടുകയാണ്. രാഘവനാരി ഇത് കണ്ടിട്ട് പറയുകയാണ്, കണ്ടോ പിള്ളേ, നമ്മളിവിടെ ഉടുത്തോ ഒരുങ്ങിയോ ഷർട്ട് മുണ്ടിന് ചേരുമോ ശ്രദ്ധിക്കാൻ പോലും ആരുമില്ല എന്നൊക്കെ പറയുകയാണ്. ഭാമ അതൊക്കെ കേട്ട് ചിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് സത്യയോട് ഇനി പോയി കണ്ണാടി പോയി നോക്കാൻ പറയുകയാണ്. അന്നേരം സത്യ കണ്ണാടി പോയി ആ കൊള്ളാമെന്നൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അന്നേരം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലും എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ പൊന്നിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. രാഘവനാരുടെ മരുന്നൊക്കെ എടുത്തെന്ന് പിള്ളയും പറയുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് രോഹിത്താണെങ്കിൽ ലഗേജൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം ശ്യാമയും പപ്പിയും വന്നില്ലല്ലോ എന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ്. അന്നേരം അവരിതുവരെ വന്നില്ലേ, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് മുകളിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമയും പപ്പിയും കൂടി ഇവിടെ ബാൽക്കണി നിൽക്കുകയാണ്. അന്നേരം പപ്പി ചോദിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നില്ലേ അമ്മേ, സത്യ പോകുന്നുണ്ടല്ലോ, എനിക്കും പോകണമെന്നും പറഞ്ഞ് കുട്ടി വാശി പിടിക്കുകയാണ്. അന്നേരം നല്ല അടി വെച്ച് തരും, മര്യാദയ്ക്ക് നിൽക്കുന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് ചെല്ലുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ, താഴെ സത്യാമ്മയൊക്കെ നിങ്ങളെ കാത്ത് നിൽക്കുകയാണ്, മോളെ സത്യാമ്മ അടുത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് പപ്പി ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അന്നേരം വരുന്നില്ല, അപ്പോൾ അവൾ വരുന്നില്ല, ഞാനും വരുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, നമുക്ക് പോകണ്ടേന്ന് വരികയാണ്. അന്നേരം ഈ വേർതിരിവൊന്നും രോഹിത്തിന് മനസ്സിലാവുന്നില്ലേ, ഒരു മംഗളയാത്രക്കിടയിൽ എന്തിനു വെറുതെ വഴക്കും വാക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം നീ വരുന്നില്ലെങ്കിൽ വരണ്ട, മോളെ വിടുക എന്ന് പറയുകയാണ്. അന്നേരം മോളെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്നിങ്ങനെ ശ്യാമ നിർബന്ധം പിടിക്കുമ്പോൾ രോഹിത്ത് വഴക്ക് പറയുകയാണ്. നിനക്കെന്താ ശ്യാമയെ പറഞ്ഞാൽ മനസ്സിലാകാത്തത്, ഇപ്പോൾ നമ്മൾ സത്യാമ്മയുടെ കൂടെ ചേർന്ന് നിന്നേ മതിയാവും ഈ സാഹചര്യത്തിൽ, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ IAS അടിമയായിട്ട് നമ്മൾ കഴിയണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയല്ല, ചേർന്ന് നിൽക്കണം, 3 മാസത്തിനകം എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ വിസ റെഡിയാക്കി തരും, ആ ജോലി നല്ലതാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ, നമ്മൾ രക്ഷപ്പെടും, അതുവരെ നമുക്ക് ഇവിടെ നിന്നേ പറ്റൂ, അതിന് കുറച്ച് പൈസയും കൊടുക്കണം, അപ്പോൾ സത്യാമ്മയുടെ കൂടെ ചേർന്ന് നിന്നാലേ അതൊക്കെ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ദേഷ്യമൊക്കെയാണ്. ഇതെല്ലാം തിരിച്ചെടുത്ത് രോഹിത്ത് എന്നിട്ട് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകണമെന്ന് എനിക്ക് രോഹിത്തിനെ മനസ്സിലാകുന്നില്ല
പാടില്ല എന്ന് പറയുമ്പോൾ നീ തൽക്കാലം ചില മന്ദബുദ്ധി പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാതിരിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കാൻ നോക്ക്, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണ്ടേ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. നീ വന്നേ എന്നിങ്ങനെ പറയുമ്പോൾ അവസാനം ശ്യാമ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല, വേണമെങ്കിൽ മോളെ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ നീ വരുന്നില്ലേ വരണ്ട, മോള് വാ എന്ന് വിളിച്ചുകൊണ്ട് പപ്പിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം തിരിഞ്ഞ് പപ്പി അമ്മയെ വാ എന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മ വരുന്നില്ലേ വരണ്ട, മോള് വാ എന്നും പറഞ്ഞിട്ട് രോഹിത്ത് പപ്പിയെ കൊണ്ട് താഴേക്ക് ഇല്ലുന്നുണ്ട്. അന്നേരം ശ്യാമ എവിടെയെന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ രോഹിത് അങ്ങ് പറയുന്നുണ്ട് അവൾക്ക് വരാൻ പാടില്ല. എങ്കിൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരമാണ് വിഷ്ണു ജീപ്പിൽ വരുന്നത്. ഇതൊന്ന് മുടിയൊക്കെ ശരിയാക്കിയത് കൊള്ളാമെന്നൊക്കെ സത്യമാണെങ്കിൽ പപ്പിയോട് ചോദിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ സത്യഭാമയുടെ അടുത്തേക്ക് വന്നിട്ട് എന്നാൽ പിന്നെ തോമസിന് കൊടുക്കാനുള്ള പൈസ ഇങ്ങനെ തന്നേരം ഞാൻ കൊടുത്തേക്കാമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ സത്യഭാമ അടിമുടി നോക്കുന്നുണ്ട്. ആ പഴയ വിഷ്ണുവായിട്ട് കാണുന്നതിൽ ഭാമയ്ക്ക് വളരെ സന്തോഷം. എന്നിട്ട് ഭാമ ഞാനിപ്പോൾ അപ്പോൾ നമുക്ക് പുതിയതായിട്ട് രണ്ടാമതൊരു വരവല്ലേ, അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് വേണ്ടോളം ഉണ്ടാകും, ഞാൻ പോയി കാശെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഭാമ റൂമിലേക്ക് പോകുമ്പോൾ രാഘവൻ നായർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അന്നേരം ചോദിക്കണം അപ്പോൾ നീ അങ്ങനെ ഒടുവിൽ ആ തീരുമാനത്തിലെത്തിയല്ലേ എന്ന്. അന്നേരം അതെ അങ്ങനെ എത്തി, പിന്നെ പഴയ കുറ്റികളൊക്കെ ഒന്ന് തപ്പിയെടുക്കണം, സത്യഭാമയും മകൻ വിഷ്ണുവും ഫീൽഡിൽ തിരിച്ചെത്തിയെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണം, അങ്ങനെ ജോലികൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവളെ ഇങ്ങനെ തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയൊക്കെ ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ സത്യഭാമ പൈസ കൊണ്ടുവന്നിട്ട് ആ പണം അടങ്ങുന്ന ബാഗ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ തിരിച്ചെത്തിയെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം, നീ നാട്ടിലെ പുലിയെ പുലിയാക്കുന്നത് മറ്റുള്ള പുലികൾ തന്നെയാണ്, തോമസിനാണ് പൈസ കൊടുക്കുന്നതെങ്കിലും ഒരുപാട് തോമസ്മാരറിയണം നമ്മൾ തിരിച്ചെത്തിയെന്ന്, പഴയതിനേക്കാൾ ശക്തിയായിട്ട് തിരിച്ചെത്തി എന്നുള്ളതും ഒരു ദയാദാക്ഷിണ്യവും ഇല്ല എന്നുള്ളതും, ഒരിക്കൽ ആയുധം നഷ്ടപ്പെട്ടു പോയെങ്കിലും നമ്മൾ അതിനേക്കാൾ ശക്തിയായിട്ട് തിരിച്ചെത്തി എന്നുള്ള എല്ലാവരെയും ഒന്ന് അറിയിക്കണം, ഇതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം ആ പഴയ വിഷ്ണുവിൻ്റെ ആ സീനുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, പഴയതിനേക്കാൾ ശക്തിയായിട്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ആ ബാഗ് ഇങ്ങനെ വാങ്ങിക്കുകയാണ്. പക്ഷേ ആ വിഷ്ണുവിൻ്റെ ആ മുഖവും ഭാവവും ഒക്കെ തനിയൊരു ഗുണ്ടയുടെ ഒരു ഭാവം തന്നെയാണ്, ഒരു ചിരി പോലും ആ മുഖത്ത് കാണുന്നില്ല. പിന്നെ പൊന്നിയും പിള്ളയും രാഘവൻ നായർ രോഹിത്തും ഒക്കെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് നോക്കി നിൽക്കുകയാണ്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശരി ഇങ്ങനെ ഒരുങ്ങി കട്ടിലിരിക്കുന്നുണ്ട്, ബാഗൊക്കെ എടുത്തിരിക്കുകയാണ്. അന്നേ ദിവസമാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ശാരികയെ രാജീവിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ വിഷമത്തോടെ ശാരിക ഇരിക്കുമ്പോൾ ശാരദാമ്മ വരുന്നുണ്ട്. നീ ഇതുവരെ റെഡി ആയില്ലേ നോക്കിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ഒരു പൊട്ട് കൂടിയാവാമെന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിൽ പോയി പൊട്ടൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കുത്തുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയല്ലേ, അപ്പോൾ ഒരുങ്ങി തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എപ്പോഴും രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, എവിടെയെങ്കിലും പോകണമെങ്കിൽ നേരത്തെ ഒരുങ്ങി നിൽക്കും, വന്നേന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം ശാരികയ്ക്കങ്ങ് വിഷമം, ശാരിക ചോദിക്കുകയാണ് അമ്മ ഇത് വേണമെന്ന്. അന്നേരം വേണം മോളെ, നീ ജീവിക്കേണ്ടത് അവിടെ തന്നെയല്ലേ, എല്ലാ കാലവും ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. ഒത്തുപോകാൻ പറ്റുമെങ്കിൽ ഒത്തങ്ങ് പോകണമെന്നൊക്കെ പറയുകയാണ്. അന്നേരം മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന ശാലിനിയില്ലേ, അവളടുത്തെങ്കിലും ഒന്ന് പറയണ്ടേ. അന്നേരം പോയിട്ട് വന്നിട്ട് പറയാമെന്നാണ് അച്ഛൻ പറയുന്നത്. എൻ്റെ കുഞ്ഞു വളരേണ്ടത് അവിടെയല്ലേ, എല്ലാ കാലവും സുരക്ഷിതം അവിടെ തന്നെയാണ്, ഭർത്താവിൻ്റെ വീട് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ വീണ്ടും അവിടെ കിടന്ന് വെള്ളം വയ്ക്കുകയാണ്. എത്ര നേരം ഒരുങ്ങിക്കുന്നു വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ്. അന്നേരം മോള് വന്നേ ഷാൾ എടുത്തിട്ടെന്ന് പറഞ്ഞ് ഷാളൊക്കെ ശാരദാമ്മ തന്നെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാഗൊക്കെ ആയിട്ട് അവർ ഉമ്മറത്തേക്ക് വരികയാണ്. തുടർന്ന് ബാഗാണെങ്കിൽ അങ്ങ് ഗോപാലകൃഷ്ണൻ വാങ്ങുന്നുണ്ട്, ശാരദാമ്മയും കൂടെ പോകുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് ശാരദയെ ഞാൻ കാര്യങ്ങൾ സംസാരിക്കും, ആദ്യം മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കും എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം നമ്മുടെ മോളെ ഇവിടെ നടതള്ളാനല്ല കൊണ്ടുപോകുന്നത്, ഒത്തൊരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. അന്നേരം അവിടെ കിടന്ന് വഴക്ക് കൂടാനാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്നിങ്ങനെ ശാരിക പറയുകയാണ്. അന്നേരം അങ്ങനെയല്ല മോളെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയില്ലേ എന്നും ശാരദാമ്മ പറയുന്നുണ്ട്. രാജീവ് വിവരമുള്ളവനാണ്, അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും എന്നിങ്ങനെ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് പെട്ടെന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വാതിൽ പൂട്ടി ഒരു 3 പേരും കൂടി ഇറങ്ങുന്നുണ്ട്. അവരിറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ പോസ്റ്റ്മാനാണെങ്കിൽ വരുന്നുണ്ട്, രജിസ്റ്റേഡ് ഉണ്ടെന്ന് പറയുകയാണ്. ആരായി ശാരിക എന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയുന്നുണ്ട്. ഒപ്പിട്ട് കൊടുത്ത് ശാരിക അത് വാങ്ങുകയാണ്. എന്നിട്ട് ശാരിക അതിങ്ങനെ വായിക്കുമ്പോൾ ആകെ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, അമ്മയെന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം എന്താ മോളെ ആരാ അയച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ രാജീവ് ഏട്ടൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്, രാജീവ് സാറിന് എന്നെ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ശാരിക ആകെ സങ്കടപ്പെട്ടാണെങ്കിൽ അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അത് വാങ്ങുകയാണ്. അന്നേരം ശാരിക ആകെ സങ്കടപ്പെട്ട് അകത്തേക്ക് കരഞ്ഞുകൊണ്ടങ്ങ് കയറി വാതിൽ തുറന്നങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇത് നോക്കി ഇവർ അന്തം വിട്ട് നിൽക്കുകയാണ്. ഗോപാലേട്ട നമ്മൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ശാരദാമ്മയും ചോദിക്കുന്നുണ്ട്. ഇത്രയും എപ്പിസോഡ്
എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ ഇനി രാജീവ് ഒഴിയുമോ എന്താകും എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അവിടെ അവരാണെങ്കിൽ ഗുരുവായൂർ പോകുന്ന ആ ഒരു സീനൊന്നും കാണിക്കില്ലായിരിക്കും. പക്ഷെ പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ ആയിരിക്കും കാണിക്കുക. ശാലിനിയൊക്കെ കൂടി പോകുമായിരിക്കും. അതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ ശ്യാമയുടെയും രോഹിത്തിൻ്റെയൊക്കെ ഇത് എന്താവും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.